എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും മുട്ടകളെല്ലാം തറയിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചതിന് ശേഷം വിരിയാതെ പോയത് അതുപോലെ തന്നെ സമയമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള മുട്ടകളാണ്. അപ്പോൾ ഈ മുട്ടകളെല്ലാം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ മുട്ടകൾ കൊണ്ട് നമ്മളിന്നൊരു പുതിയ പരീക്ഷണത്തിന് മുതിരുകയാണ്. ആ പരീക്ഷണം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്തൊരു തിരുത്തുണ്ട്. നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ VPയിൽ കുറേ ഫ്രൂട്ട്സും അത് വേസ്റ്റുകളെല്ലാം ഇട്ടിരുന്നു. പക്ഷേ അതിനകത്തൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. അതിനകത്ത് ലാർവകളെ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാർവകളെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് മുട്ടകളെല്ലാം കൂടെ പൊട്ടിച്ച് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇവർക്ക് കൂടുതൽ പ്രോട്ടീൻ കിട്ടി ഇവർ കൂടുതൽ വലുതാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ അതിന് ഒരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പോകാൻ ഞാൻ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ ട്രാപ്പായി അതിനകത്തിരുന്ന് മരിച്ചു പോയതാണ്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂഡറിനകത്ത് ഇട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ്. ശരിക്കും നമ്മൾ അപ്പുറത്ത് പുതിയതായിട്ട് പണിഞ്ഞൊരു ഷെഡിൽ നിന്ന് നനയാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഇറ്റിറ്റ് വരുന്നത് അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവരെന്തിനാണ് പുറത്ത് വന്നതെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ പുറത്ത് എല്ലാവരും കൂടെ വരാൻ സാധ്യതയില്ല. 1-2 പേര് വരാറുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ പുറത്ത് വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കൂട് നമ്മൾ അടയ്ക്കാൻ മറന്നു പോയാൽ പോലും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ പരാജയം എന്ന് പറയുന്നത്, അതായത് നമ്മൾ മുട്ട പൊട്ടി ചോദിച്ചതിന് ശേഷം നമുക്ക് സംഭവിച്ചതെന്ന് പറയുന്നത് മുട്ടയുടെ ഗ്യാസ് കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ ഫ്ലൈയുടെ ലാർവകളൊക്കെ കുറേ ചത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അധികം വിജയിക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഇത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്നുകൂടെ ഫ്ലൈ ലാർവകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ടകൾ പൊട്ടിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലെന്ന് പറയുന്നത് അതിഭീകരമാണ്. നമുക്കൊരു 100 മീറ്റർ റേഡിയസിൽ പോലും ഇതിൻ്റെ അടുത്തൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ തിരിച്ചു പിടിച്ച് കൂട്ടിലോട്ട് ഇട്ടപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഏതോ ഒരു മിടിക്ക് മുട്ടയിടാൻ വേണ്ടി അതിനകത്ത് കയറിയപ്പോഴാണ് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടിയത്. അതോടൊപ്പം തന്നെ ഇത് 1 മാസവും 5 ദിവസവും പ്രായമായ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് വീട്ടിലെ വേസ്റ്റ് ചോറും അതോടൊപ്പം തന്നെ നമ്മൾ ലെയർ മാഷ് മേടിച്ചതിനകത്ത് നിന്ന് അരിച്ചെടുത്തിട്ടുള്ള പൊടിയും കൂടെ കുഴച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രോയിലർ സ്റ്റാർട്ടറും കൊടുക്കാറുണ്ട്. പൊതുവേ നമുക്കിപ്പോൾ തീറ്റയും കാര്യങ്ങളും ഒക്കെ കുറവാണ്. വെയിലായതുകൊണ്ട് പൊതുവേ ഇലയും മറ്റ് പച്ച ചെടികളും എല്ലാം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ നല്ല രീതിക്ക് തീറ്റ മേടിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ന് നമ്മുടെ ഇൻക്യുബേറ്ററിൽ നിന്നും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്ന ദിവസമാണ്, 21ാമത്തെ ദിവസമാണ്. ശരിക്കും നമ്മൾ ലൈറ്റൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് 15ഓളം മുട്ടകളിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് കൺഫേം ആയതിന് ശേഷം ആ മുട്ടകൾ പറക്കി താഴേക്ക് വെച്ചതാണ്. പക്ഷേ നമുക്ക് ശരിക്കും വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് 7 എണ്ണം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിന് കാര്യമായിട്ടുള്ളൊരു തകരാറുണ്ട് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പവർസോളിൻ്റെ ഓഫീസിൽ വിളിച്ചിരുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു റെസ്പോൺസ് അല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇൻക്യുബേറ്റർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും കുഞ്ഞുങ്ങളെ അവിടെ പേപ്പറൊക്കെ വിരിച്ച് കൊണ്ട് അൺലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് സ്റ്റാർട്ടർ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തത് നേരെ നമ്മൾ അടുത്ത ഘട്ടത്തിലുള്ള സോൾജർ ഫ്ലൈ ലാർവയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ അധികം ആർക്കും വേണ്ടാത്തൊരു ഫ്രൂട്ടെന്ന് പറയുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ്. പൊതുവേ നമ്മൾ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് അത്ര ഡിമാൻഡ് ഇല്ലാത്തതെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്നതാണ്. ഇവനെന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ പൂവൻകുട്ടനാണ്. ഇവൻ്റെ ഒരു വളർച്ച നമ്മൾ ചെയ്യുന്നതാണ്. ഇവൻ പൊതുവെ കട്ട് തിന്നാനാണ് ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വിളഞ്ഞ് നിൽക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് എല്ലാം പറിച്ചുകൊണ്ട് പോയി നമ്മൾ VPയിൽ ഇട്ടിട്ട് നാളെ മുതൽ കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്താൽ വീണ്ടും നമ്മൾ ഫ്ലൈ ലാർവയെ പിടിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും മറ്റ് പരീക്ഷണങ്ങൾ നടത്താനും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.